ഹായ് ഓൾ, ഇന്ന് ഞാനൊരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് മുന്നേ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ കഴുകി നന്നായിട്ട് ഇതുപോലെ ഇതിൻ്റെ മേൽഭാഗം ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ അതിലേക്കൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. സെയിം അളവിൽ 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി അധികം വേണ്ട, അപ്പോൾ കളറൊക്കെ മാറിയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത്രയും മതി. ഇനി നന്നായിട്ട് കൈകൊണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കഴുകി വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ട് അതിലൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നല്ലതുണ്ടാവും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുതേ. എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. നമുക്ക് നല്ലതുപോലെ കുഴച്ച് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയല്ല, ഇഞ്ചി മാത്രമാണ്, സോറി തെറ്റിപ്പോയതാണ്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചതച്ചതാണ്, ഒരുപാട് പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടില്ല. ഇനി ഒരു 1/4 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ചെറുനാരങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് വിനാഗിരി ചേർത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഇത് 2 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിൽ മാത്രമേ ആ മസാലയൊക്കെ അതിൽ പിടിച്ച് നന്നായിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് വരികയുള്ളൂ. ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കണം. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നമ്മൾ ഇതുപോലെ മസാല തേച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പുറത്ത് വെച്ചാലും മതി. 2 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചിക്കൻ സോഫ്റ്റായിട്ട് വരികയൊക്കെ ചെയ്യും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ്റെ പീസ് ഓരോ പീസ് എടുത്ത് ഓട്സിൽ നന്നായിട്ടൊന്ന് കോട്ടിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ കോട്ടിങ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇടുക. അപ്പോൾ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. ലോ ഫ്ലെയിമിൽ ഇടരുത്, അപ്പോൾ ഒട്ടും വെന്ത് കിട്ടില്ല. എന്നിട്ട് 2 ഭാഗം നന്നായിട്ട് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് 2 ഭാഗവും നല്ലതുപോലെ വേവിച്ചതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാൽ മതി. അപ്പോൾ നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഒട്ടും വെന്ത് കിട്ടില്ല കേട്ടോ. പുറം ഭാഗത്തുള്ള ഓട്സ് മാത്രമേ വെന്ത് കിട്ടുള്ളൂ. ഇത്രയും മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ബ്രോസ്റ്റഡ് ഫസ്റ്റ് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബ്രോസ്റ്റഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും താങ്ക് യു.